My relationship with Chenda has been beautiful. Even if I'm having the worst day, ആ പെർഫോം ചെയ്യാൻ വരുമ്പോൾ ചെണ്ട എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി എല്ലാം മറക്കും. ഞാനും ചെണ്ടയും പിന്നെ ആ ഒരു എനർജിയാണ്. ഞാൻ ശില്പ ശ്രീകുമാർ. ഞാനൊരു ചെണ്ടക്കാരിയാണ്. ഞാനിന്നിവിടെ ഇരിക്കുന്നതും ചെണ്ടക്കാരി ആയതുകൊണ്ടാണ്. എന്നെ എല്ലാവരും അറിഞ്ഞതും ഞാൻ ഒരു ചെണ്ടക്കാരി ആയതുകൊണ്ടാണ്. തൃശൂരിന്റെ പെരുമ ജന്മം കൊണ്ട് നേടിയ പെൺകുട്ടി. പ്രണയിക്കുന്ന താളവാദ്യം ചെണ്ടയല്ലാതെ മറ്റെന്താവും? 13 കൊല്ലം മുമ്പാണ് ചെണ്ടയുടെ ഇടന്തല വലന്തലകളെ തിരിച്ചറിഞ്ഞ് ശില്പ എന്ന 12കാരി മേളപ്പെരുക്കത്തിന്റെ പോർവഴി തെരഞ്ഞെടുക്കുന്നത്. I guess because I hail from the cultural capital, arts always runs in my blood, because of which I have been into dance, I have been into arts, and whatever it may be, my parents and my family have been completely supporting me. ചെണ്ട ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. 2011 എൻ്റെ അമ്മയ്ക്ക് അച്ഛനും കോൾ വരുന്നത്, ഇങ്ങനെ ഒരു GCCയിൽ തന്നെ ഫസ്റ്റ് വനിതാ ശിങ്കാരി മേളം ടീം ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ആയി പഠിച്ചു. അങ്ങനെ ഞാൻ ആ ടീമിലത്തെ യങ്ങസ്റ്റ് മെമ്പർ ആയിരുന്നു അന്ന്. പിന്നെ അച്ഛൻ പറഞ്ഞ രീതിക്ക് ഞാൻ അതിലേക്ക് ഇനിയും എൻ്റെ നോളജ് ഡീപ്പൻ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് ഐ മാസ്റ്റേർഡ് പഞ്ചാരി മേളം, ചെമ്പട ആൻഡ് ശിങ്കാരി മേളം. ആൻഡ് ഐ ആം ദ ഓൺലി ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇൻ UAE ടു ഡു സോ. ചെണ്ട ഈസ് വെരി ഫിസിക്കലി ഡിമാൻഡിങ്. എല്ലാവർക്കും അറിയാലോ, അതൊരു 15 kgs ഉണ്ടാവും. നമ്മുടെ ഷോൾഡർമാണ് ഇരിക്കുക. ഞാൻ അത് പഠിച്ചു തുടങ്ങുമ്പോൾ ആകെ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. എങ്ങനെയാ ചെണ്ട കൊട്ടുക, അത് എങ്ങനെയാ ഞാൻ പൊക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെയിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളതെടുത്ത് പൊക്കിയോ? എങ്ങനെ പൊക്കി? ആ ടൈമിൽ ഇത് ഇടുമ്പോൾ ബാലൻസ് പോവുക. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡർ ഇരിക്കണോണ്ട് അവിടെ നമുക്ക് ബ്രൂസ് വരും. നീമാണ് ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബ്രൂസ് ഉണ്ടാവും, തഴമ്പ് വരും, കട്ട്സ് ഉണ്ടാവും, അങ്ങനെ കുറേ പെയിൻ ഉണ്ടാവും. ഐ തിങ്ക് ദാറ്റ് പെയിൻ ഇസ് പാർട്ട് ഓഫ് ദ പ്രോസസ്. നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. ഈ ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് ഞാൻ പറഞ്ഞാലും ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമോഷണൽ ഹേർഡിൽസ് ദാറ്റ് ഐ ഹാഡ് ടു ഗോ ത്രൂ. ഞാൻ ഭയങ്കര ചെറുതായിരുന്നു എന്ന് പറഞ്ഞില്ലേ തുടങ്ങിയപ്പോൾ. ഐ വാസ് ജസ്റ്റ് 12 years old. അപ്പോൾ ലോട്ട് ഓഫ് ടൈംസ് ഐ വാസ് ടേക്കൻ ലൈറ്റ്ലി. ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല എന്നുള്ള രീതിയിൽ. സോ ആ ടൈമിൽ ഐ ഹാഡ് ടു പ്രൂവ് മൈ സെൽഫ്. ഐ ഹാഡ് ടു വർക്ക് മൈ സെൽഫ് ഹാർഡർ ടു പ്രൂവ് മൈ സെൽഫ്. ആൻഡ് ഐ തിങ്ക് ത്രൂ ദാറ്റ് പ്രോസസ്, ദാറ്റ് റെസിലിയൻസ് ആൻഡ് വാട്ട് എവർ ഐ ലേൺ ത്രൂ ദോസ് ലെസൺസ്, ദാറ്റ് വിൽ പവർ ആൻഡ് സ്ട്രെങ്ത് is what took me places, and I think it shaped me as a person. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2000+ സ്റ്റേജസ് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടാവും വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൗഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. നമ്മുടെ ചെണ്ടമേളത്തിൻ്റെ ബീറ്റ് കേൾക്കുമ്പോൾ ആർക്കും ഇങ്ങനെ വെറുതെ വടി പോലെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഇളകി തുടങ്ങും. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കൊട്ടില്ലേ, നമ്മുടെ ക്രൗഡ് ചുറ്റും നിന്ന് നമുക്ക് ചെയർ ചെയ്ത് കൊട്ടുമ്പോൾ ഐ തിങ്ക് അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഫുൾ എനർജി വരിക. ആൻഡ് ആ സമയത്ത് ഫുൾ എനർജി ഇട്ട് കൊട്ടും നമ്മൾ ക്ഷീണിക്കുന്നത് പോലും അറിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ഇങ്ങനെ കൊട്ടാൻ അബുദാബിയിൽ പോയിട്ടൊരു ഷോയിലൊരു ചേട്ടൻ ബ്രേസ്ലെറ്റ് ഊരി തന്നത്. അപ്പോൾ ആളിനോട് പറയണ്ടായി വേറെ ഒന്നും ഇല്ല തരാൻ, ബട്ട് അത്ര അടിപൊളിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഓർഗനൈസേഷൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ദ എഫേർട്സ് ദാറ്റ് ഐ പുട്ട് ഇൻ ടു കണ്ടിന്യൂയിങ് ടു ഫോളോ മൈ പാഷൻ. സോ IM വിജയൻ സാറിൻ്റെ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ കുറേ വീഡിയോസ് വൈറലായി. ഇതേപോലെ സർപ്രൈസിംഗ് ആയിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നത് വാസ് ഫ്രം ബർഖാദത്ത് ടീം. ദാറ്റ് സ്പാർക്ക് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്, എ ലോട്ട് ഓഫ് പീപ്പിൾ റീച്ച്ഡ് ഔട്ട് ടു മീ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ എത്ര ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ കുറേ കോർണേഴ്സിൽ നിന്ന് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്, വളരെ പ്രൗഡാണ്. നമ്മൾ ആകെ കൂടി ചെയ്യാൻ പറ്റുക, ഒരാളെ നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആ ആൾ ഇഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് തടസ്സം നിൽക്കാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും നാട്ടിൽ കൊട്ടാൻ പറ്റണം. കൂടുതലും ഞാൻ ഇവിടെ UAE തന്നെയാണ് കൊട്ടിയിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ കൊട്ടാൻ പറ്റണം. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ കൊട്ടണം എന്ന് വലിയ ആഗ്രഹമാണ്. അതേപോലെ തന്നെ ശ്രീകാന്തും ശ്രീരാജ് മട്ടന്നൂർ. സോ ഹോപ്പ്ഫുള്ളി സം ഡേ ഐ ഗെറ്റ് an opportunity to perform with them. I've been able to prove myself and I've been able to push myself beyond my limits. Age or gender or adonnu oru criteria illa. If you love it and if you're passionate about it, you can achieve it. And in this process I've been able to do it. I've been able to inspire many to do it, which is why I feel blessed and I believe that I'm a superwoman.